അവശ്യ സാധനങ്ങൾ റേഷൻ കട വഴി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് INTUCI മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ആറ്റഞ്ചേരി കവലയിൽ ARD 135 നമ്പർ റേഷൻ കടയ്ക്ക് മുന്നിൽ നടന്ന ധർണ INTUC ബ്ലോക്ക് പ്രസിഡന്റ് ഷാഹിൻ കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. റേഷൻ കട വഴി അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാർ നീതി പാലിക്കുക എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് മഞ്ഞപ്ര പഞ്ചായത്ത് 9-ാം വാർഡിലെ ആറ്റഞ്ചേരി കവലയിലുള്ള ARD 135 നമ്പർ റേഷൻ കടയ്ക്ക് മുന്നിൽ INTUCI മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ V. ആന്റണി അധ്യക്ഷത വഹിച്ച ധർണ INTUC ബ്ലോക്ക് പ്രസിഡന്റ് ഷാഹിൻ കണ്ടത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്. നമുക്കറിയാം, റേഷൻ കടകളിൽ അവശ്യ സാധനങ്ങൾ, ജനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങൾ റേഷൻ കട വഴി സർക്കാരുകൾ വിതരണം ചെയ്യുന്നു എന്ന് വലിയ വ്യാജേന ഇവിടെ പറഞ്ഞുകൊണ്ടാണ് സർക്കാർ നിലവിൽ മുന്നോട്ട് പോവുക. ഈ റേഷൻ കടകളിൽ ആശ്രയിച്ച് ജീവിക്കുക സാധാരണക്കാരായ ആളുകളാണ്. ഈ റേഷൻ കടയിലേക്ക് തിരിഞ്ഞു പോലും നോക്കാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ജനങ്ങൾ ABC എന്ന കാറ്റഗറി നിശ്ചയിച്ച് ഉള്ളവരും ഇല്ലാത്തവരും ഇതിൻ്റെ ഇടയ്ക്കുള്ളവരും ഒക്കെ വേർതിരിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ആ സമൂഹത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുക. പ്രിയമുള്ളവരെ, ഈ റേഷൻ കടയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ഇവിടെ റേഷൻ കടയിൽ വരുന്ന ആളുകൾക്ക് പിങ്കും വെള്ളയും മഞ്ഞ കാർഡും ഒക്കെ ആയിട്ട് തരം തിരിച്ച് കാർഡ് കൊടുത്തിട്ടുണ്ട്. ആ കാർഡ് പ്രകാരം ഓരോ ആളുകളുടെ എണ്ണം അനുസരിച്ച് അരിയും ഗോതമ്പ് പൊടിയും അരിയും മണ്ണെണ്ണയും പഞ്ചസാരയും ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. റേഷൻ കടകളിൽ വിതരണം ചെയ്യുന്ന ഈ സാധനങ്ങളുടെ ലിസ്റ്റ് എല്ലാം ഇതിലൂടെ നമുക്ക് തരം തിരിച്ച് തന്നിട്ടുണ്ട്. ആ തരം തിരിച്ച് തന്ന സാധാരണക്കാരനായ ആളുകൾക്ക് അവകാശപ്പെട്ട സാധനങ്ങൾ മേടിക്കാൻ വരുമ്പോൾ റേഷൻ കടയിൽ സാധനം ഇല്ല എന്ന് പറയുമ്പോൾ കടക്കാരന് സ്വാഭാവികമായിട്ട് ആളുകളുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. നമുക്കറിയാം. ചടങ്ങിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സിജു ഈരാളി, സെക്രട്ടറി ഡേവിസ് മണവാളൻ, മണ്ഡലം പ്രസിഡന്റ് ചെറിയാൻ തോമസ്, ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഷൈബി പാപ്പച്ചൻ, ജോഷി പടയാടൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ടിനു മോംബിൻസ്, DKTF ബ്ലോക്ക് പ്രസിഡന്റ് ബിജു നെറ്റിക്കാടൻ, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MV സെബാസ്റ്റ്യൻ, ബൈജു കോളാട്ടുകുടി, K. സോമശേഖരൻ പിള്ള, ജോയ് അറയ്ക്ക, പൗലോസ് കീഴ്ത്തറ, ജോസ് അരീക്കൽ, ജോൺസൺ എലിഞ്ഞേലി, സോമൻ വാഴ്വേലിൽ, ME സെബാസ്റ്റ്യൻ, ഡേവീസ് ചൂരമന, ഷൈജു പുതിയടത്ത് എന്നിവർ പ്രസംഗിച്ചു. സമരം ചെയ്യേണ്ട ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായ ഇത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പഴയ കാലത്ത് റേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നല്ല ഓർമ്മയുണ്ടാകും. അരിയെവിടെ തുണിയെവിടെ പറയൂ സർക്കാരെ എന്ന് പറഞ്ഞ മുദ്രാവാക്യങ്ങൾ ഇഷ്ടംപോലെ ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ നിന്ന് കേട്ടിട്ടുള്ളതാണ്. ഈ അരിയെവിടെ തുണിയെവിടെ എന്ന് ചോദിച്ച ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരോട് തന്നെ ഇന്ന് ചോദിക്കാവുന്ന അരിയെവിടെ തുണിയെവിടെ പറയൂ പിണറായി എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, അങ്കമാലി. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.